ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അബുദാബി സിറ്റിയാണ്. അബുദാബി സിറ്റിയുടെ മനോഹരമായ കാഴ്ചകൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കാണുവാൻ വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ ഈ യാത്രയിൽ 18 ഡിഗ്രി ചരിവിൽ മാൻമെയ്ഡായിട്ടുണ്ടാക്കിയ ഈ ബിൽഡിങ്ങിൻ്റെ കാഴ്ച കാണുവാൻ കഴിയും. അത് മനോഹരമായ ഒരു ബിൽഡിംഗാണ്, ഒരു അത്ഭുതമാണത്. അബുദാബിയിലാണ് ഈ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അമ്പരചുംബികളായ അനേകം കെട്ടിടങ്ങൾ നിറഞ്ഞ മനോഹരമായ ഈ പ്രദേശത്തിൻ്റെ കാഴ്ചയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ സ്വാഗതം. കമൻറ്റ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ സഹായം സഹകരണമുണ്ടെങ്കിലേ ചാനൽ വിജയിക്കുകയുള്ളൂ. അന്തർദേശീയ തലത്തിലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. വീഡിയോ മുഴുവനായി കാണുക.
യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഷെയ്ഖ് ഖലീഫയുടെ പേരിൽ. നമുക്ക് ബുർജ് ഖലീഫ അറിയാലോ. അത് കണ്ടോ റൈറ്റ് സൈഡിൽ? അതൊരു ബിൽഡിംഗ് ആണ്. പക്ഷെ അതിന്റെ ഡിസൈൻ ശ്രദ്ധിച്ചോ? ഒരു ഫ്രൂട്ടിന്റെ ഡിസൈനാണ്. ഏത് ഫ്രൂട്ടാണ്? പൈനാപ്പിൾ. എന്താണ് ഔട്ട് സൈഡിൽ കണ്ട ആ ഒരു കവർ, ആ കവർ എന്ന് പറഞ്ഞത് ഒരു അമ്പർല മാതിരി മടക്കുകയും ചെയ്യാൻ തൂത്തുകയും ചെയ്യാം. അതാണ് നമുക്ക് എന്താണ് പൈനാപ്പിളിന്റെ മുകളിൽ കാണുന്ന ആ ഒരു സംഭവം, നമുക്ക് ചെത്തിക്കളയുന്ന സംഭവം. അതുപോലെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അത് അമ്പർല പോലെ വെയിൽ ഉള്ള സൈഡ് നമുക്കത് തൂത്ത് വെക്കുക, വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അല്ലാത്തടം അത് മടക്കി വെക്കുക. അബുദാബി സിറ്റിക്കകത്തെത്തി. ഇതാണ് അബുദാബി സിറ്റി. ഇതിൽ കാണുന്ന ഫ്ലാറ്റുകളൊക്കെ കുറച്ച് പഴക്കമുള്ള ഫ്ലാറ്റുകളാണ്, റെസിഡൻഷ്യൽ ഏരിയ. ഇവിടെ അബുദാബി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ദുബായാണ് ഭയങ്കര സംഭവം. ദുബായ് ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് അബുദാബിയിൽ ഇതുപോലെ ഹൈ റൈസ് ബിൽഡിങ് വന്നതാണ്. പക്ഷേ അന്ന് പാർക്കിംഗ് സൗകര്യമൊന്നും അന്ന് വണ്ടികൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ബിൽഡിങ്ങുകൾ, പഴയ ബിൽഡിങ്ങുകളിലൊന്നും പണ്ട് ഇത്രത്തോളം ചൂടില്ലായിരുന്നു. ഇപ്പോഴാണ് ചൂട് കൂടി വരുന്നത്. പക്ഷെ പണ്ട് തൊട്ടേ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ AC തുടങ്ങി കഴിഞ്ഞു. ഇപ്പോഴത്തെ ചൂട് എത്രത്തോളം ഡെസർട്ട് ആയതുകൊണ്ട് ചൂടാണ്. വിൻഡോ AC വന്നു, പിന്നെ അത് സ്പ്ലിറ്റ് AC ആയി, ഇപ്പോൾ അത് സെൻട്രലൈസ്ഡ് AC. അതെ, അന്ന് അത്രത്തോളം ജനസംഖ്യ ഇല്ലല്ലോ. അവിടെ കുറച്ച് ജനസംഖ്യ. അവർ ഡെസർട്ടിലൊക്കെ തന്നെയായിരുന്നു അവരുടെ ജീവിതം. കുറെ കാലം കടലിനെ ആശ്രയിച്ച് ജീവിച്ചു. മീൻ പിടിച്ചും ആടിനെയൊക്കെ മേച്ചും. മുത്ത് ഒരു നല്ലൊരു വരുമാനമായിരുന്നു. 1930s വരെ നല്ലൊരു റവന്യൂ. പേൾ ഡൈവിങ് ചെയ്ത് പേൾ കണ്ടെത്തി അതിനെ മാർക്കറ്റ്, അതിനെ വിറ്റ് അവർ നല്ല വരുമാനം ഉണ്ടാക്കിയത്. 1930s വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ ആർട്ടിഫിഷ്യൽ പേൾ കണ്ടുപിടിച്ചു, മുത്തുകൾ. ഇപ്പോൾ എല്ലാവരും ആർട്ടിഫിഷ്യൽ പേൾസിൻ്റെ കൂടെയല്ലേ, എല്ലാവരും ഇപ്പം അത് മതി. അപ്പോൾ വില വളരെ കുറച്ച് കിട്ടും. അപ്പോൾ ഈ കഷ്ടപ്പെടുന്നതിന് ബെനിഫിറ്റ് ഇല്ലാതെ കടലിൻ്റെ അടിയിൽ ഇത്രയെങ്കിലും ആഴത്തിൽ പോയിട്ട് വേണം ഈ ഓയിസ്റ്റർ കണ്ടെത്താൻ. ഓയിസ്റ്ററിനകത്ത് തുറന്നാണ് ഈ പേളെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഓയിസ്റ്ററിനകത്തും ഉണ്ടാവില്ല. എത്രയെങ്കിലും എടുത്ത് കളക്ട് ചെയ്താലാണ് അതിനകത്തുനിന്ന് മുത്ത് കിട്ടുന്നത്. അത് ആർട്ടിഫിഷ്യൽ പേൾസ് വന്നതോടുകൂടി അതിൻ്റെ മാർക്കറ്റ് ഇടിഞ്ഞല്ല, അതുകൊണ്ടും ബെനിഫിറ്റ് ഇല്ലാതെ ആൾക്കാരെല്ലാം ആർട്ടിഫിഷ്യൽ പേൾസിൻ്റെ കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഗോൾഡും അതുപോലെ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ല അല്ലേ? പുതിയ ജനറേഷനൊന്നും ഗോൾഡ് ഉപയോഗിക്കുന്നില്ല. വില കൂടിയത് കൊണ്ടാവാം. അല്ലെങ്കിലും ധൈര്യമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാനും പറ്റില്ലല്ലോ നാട്ടിലത്. അതെ.
ദേശീയ അന്തർദേശീയമായ നല്ല വീഡിയോകൾ ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.